ആറാം ദിനവും നിലയ്ക്കാത്ത കളക്ഷനുമായിട്ട് ലാലേട്ടൻ നായകനായിട്ട് എമ്പുരാൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാപന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. 2019 റിലീസിലെത്തിയ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായങ്ങൾ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടെങ്കിലും മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഗംഭീര വിജയം തന്നെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം മുതൽ ചിത്രം ഇന്ത്യയുടെ ടോപ്പ് 1 കളക്ഷനിലോട്ട് എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ ദിനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിട്ട് ഗെയിം ചേഞ്ചർ 89 ലക്ഷം കോടി രൂപ സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് ലാലേട്ടൻ നായകനായിട്ട് എമ്പുരാനാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. 67 കോടി രൂപയാണ് ആദ്യ ദിനം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചിത്രത്തിലെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ചിത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്നോ മറിച്ച് ഇന്ത്യയിൽ നിന്നോ അല്ല, അങ്ങ് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ചിത്രം ഏറ്റവും കൂടുതൽ കളക്ഷനുകൾ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിന് ഓവർസീസ് കൺട്രികളിൽ നിന്ന് മാത്രമായിട്ട് 135 കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്ന് ചിത്രത്തിന് ആദ്യ 6 ദിവസം കൊണ്ട് ഏകദേശം 60 കോടി രൂപയോളം മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നായിട്ട് ചിത്രം 30 കോടി രൂപ പിന്നിട്ടിട്ടുണ്ടായിരുന്നു. ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 130 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ചിത്രത്തിന്റെ മൊത്തം കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 230 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 7ാം ദിനമായിട്ടുള്ള ഇന്നും ചിത്രത്തിന്റെ കളക്ഷന് യാതൊരുവിധ ഇടിവും സംഭവിച്ചിട്ടില്ല. നല്ലൊരു ബുക്കിംഗ് തന്നെ ചിത്രത്തിന് കേരളത്തിലും GCC പോലത്തെ കൺട്രികളെല്ലാം തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് എമ്പുരാൻ മാറുന്നത് ഇതിനോടൊപ്പം തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്. അടുത്ത വീക്കെൻഡിലും, അതായത് ഈ വരുന്ന ആഴ്ച വീക്കെൻഡിലും ചിത്രത്തിന് ഇതുപോലത്തെ കളക്ഷൻ നിലനിർത്താൻ സാധിച്ച ചിത്രം 300 കോടി എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയെ സ്വന്തമാക്കും. ഒരുപക്ഷെ മലയാള സിനിമയിലെ 500 കോടി ചിത്രമായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മാറുമെന്നൊക്കെ പുറത്തു വരുന്ന റിപ്പോർട്ടുകളുണ്ട്. ഒരുപാട് വിവാദങ്ങൾ ചിത്രത്തിനെ പിന്തുടരാതെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതേസമയം ചിത്രം എല്ലാ ഭാഷകളിലും ഹിറ്റടിച്ച് മുന്നേറുന്ന കാഴ്ച നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാലും കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഇതേ കളക്ഷൻ നിലനിർത്തി വലിയ വിജയമായിട്ട് മാറാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ലാലേട്ടൻ നായകനായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഫൈനൽ എത്ര കോടി രൂപ വരെ സ്വന്തമാക്കുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതുകൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.